ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഈ ഒരു ആത്മീയ യാത്രയിലേക്ക് ഈശോയിൽ സൗഖ്യം അനുഭവിക്കുവാൻ, ഈശോയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള നമ്മുടെ ഈ യാത്രയിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഇത്രമാത്രമാണ് നമ്മുടെ സൗഖ്യം ദൈവത്തിൻ്റെ തിരുഹിതത്തോട് ചേർന്ന് നമ്മളും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു തീവ്രമായൊരു ആഗ്രഹം, അത് അഭിലാഷം, അതൊരു ദൃഢനിശ്ചയത്തിലേക്ക് വളരണം എന്ന് നമ്മൾ കേട്ടു. എന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ, കർത്താവേ എനിക്ക് സൗഖ്യം പ്രാപിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, കർത്താവ് എന്നോട് കൽപ്പിച്ചാൽ മതി, അടിയനിതാ ശ്രവിക്കുന്നു എന്ന് സാമുവേലിനെ പോലെ നമുക്കും പറയാൻ പറ്റണം. ഇന്ന് വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ? നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുഴുവനുമായിട്ടും നമ്മൾ ഉയർന്നു കേൾക്കുന്നതും എല്ലാവരും പരിശ്രമിക്കുന്നതുമായ ഒരു കാര്യം എന്താണ്? ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യം വേണം. എന്താണ് ഈ സ്വാതന്ത്ര്യം? എനിക്ക് ഞാനായിട്ട് എൻ്റെ പൂർണ്ണതയിൽ പ്രശോഭിക്കാൻ പറ്റണം. എന്നെ ദൈവം സൃഷ്ടിച്ചത് അടിമയായിട്ടല്ല. എന്നെ ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും അവിടുത്തെ മകനും മകളും എന്നുള്ള സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലുമാണ് ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. പിന്നെ എന്ത് സംഭവിച്ചു? നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിലേക്ക്, മനുഷ്യവർഗത്തിലേക്ക് പാപം കടന്നു വന്നു. നമ്മളെല്ലാം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിലേക്ക് പോയി. ഈ ഒരു സത്യം പലരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് വചനം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കണം. ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങളോടൊരാൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രൂ ഫ്രീഡം? എന്താണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം? ഈ ഒരു സ്വാതന്ത്ര്യം എന്താണ് എന്ന് പലതരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ട് തെറ്റായ ഒരു ഫ്രീഡം, മിഥ്യയായ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പലരും മുറവിളി കൂട്ടുന്നത്. ഇന്നത്തെ ലോകം പറയുന്ന സ്വാതന്ത്ര്യം എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളിടത്ത് ചെയ്യാൻ പറ്റണം. ഇതിന് നമ്മൾ മലയാളത്തിൽ സ്വാതന്ത്ര്യമെന്നല്ലല്ലോ, ഇതിന് നമ്മൾ മലയാളത്തിൽ തോന്നിയാസം എന്നല്ല പറയാറ്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളിടത്ത് ചെയ്യാൻ പറ്റുന്നത് സ്വാതന്ത്ര്യമല്ല. എനിക്ക് തോന്നിയതുപോലെ ജീവിക്കണം എന്നുള്ളതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മുഖംമൂടി അണിയിച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുക. അപ്പം എന്താണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം? എനിക്ക് യെസ് പറയാൻ പറ്റുന്നത് പോലെ എനിക്ക് നോയും പറയാൻ പറ്റണം. ഉദാഹരണത്തിന്, എനിക്ക് ചായ കുടിക്കാൻ വളരെ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നു, എനിക്ക് ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഞാനൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് അവർ ചായ തരുന്നു, അച്ഛന് ചായ ഇഷ്ടമാണല്ലോ, അച്ഛൻ ചായ കുടിച്ചോ എന്ന് പറയുന്നു. ആഹാ, എനിക്ക് ചായ കുടിക്കാം. ഒരാൾ എന്നോട് പറയാണ്, നീ ചായ കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് എനിക്ക് പറയാം, എനിക്ക് ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, ഞാൻ കുടിക്കും. എന്നാൽ എനിക്ക് ചായ ഇഷ്ടമാണെങ്കിൽ ആ ചായ കുടിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന ഞാൻ, എനിക്ക് ആ ചായ വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമല്ല, അവിടെ ചായക്ക് എൻ്റെ മീതെ അധികാരമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ പറയും, ആ ചായ ഒരുപക്ഷെ എന്നെ അടിമത്തത്തിലാക്കിയിരിക്കുന്നു. കാരണം എനിക്ക് വേണമെന്ന് പറയാം, പക്ഷെ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് സ്വാതന്ത്ര്യമാണ് എനിക്ക് അവിടെയുള്ളത്? പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എൻ്റെ ജീവിതത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ വളരുന്നതിന്, ആ പൂർണ്ണതയിൽ ഞാൻ പ്രശോഭിക്കുന്നതിന് ഈ ഒരു കാര്യം എന്നെ സഹായിക്കുന്നുണ്ടോ, വളർത്തുന്നുണ്ടോ? അതില്ലെങ്കിൽ അതെന്നെ പറ്റിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, അതെന്നെ പറ്റിക്കുകയാണ്. അപ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോയിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഈ യാത്രയിൽ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സൗഖ്യം കിട്ടുന്ന ഞാൻ സ്വതന്ത്രനാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ എവിടെ നിന്നൊക്കെയാണ് സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ മീതെ അധികാരം ചെലുത്തുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ആ സ്ത്രീയെ കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അവരാരും നിന്നെ വിധിച്ചില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. കർത്താവ് എന്താ പറയുന്നത്? ഇനിമേലിൽ പാപം ചെയ്യരുത്. ഇനിമേലിൽ പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളൊരു കാര്യം കൂടി കൊടുത്തുകൊണ്ടാണ് കർത്താവ് ഇടുന്നത്. അല്ലാണ്ട് ഇനി നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ എന്നുള്ളതല്ല കർത്താവ് പറയുന്നത്. മകളെ, നീ ഇങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ട ഒരാളല്ല. നിന്റെ ജീവിതത്തിന് ഇതിലും വിലയുണ്ട്. യു ആർ മോർ പ്രഷ്യസ് ദാൻ ഓൾ ദീസ് പ്ലഷേഴ്സ്.
ഈ ലോകം നിനക്ക് വെച്ച് നീട്ടുന്ന സുഖങ്ങളെക്കാളും സുഖഭോഗങ്ങളെക്കാളും ഒത്തിരി വലിയ വിലപിടിപ്പുള്ള ഒരാളാണ് നീ എന്ന് മനസ്സിലാക്കി നീ നിന്റെ പൂർണ്ണതയിൽ ജീവിക്കണം. അതിന് ചില കാര്യങ്ങളോട് നീ നോ പറയാൻ പഠിക്കണം, ചില കാര്യങ്ങളോട് നീ യെസ് പറയാൻ പഠിക്കണം. എനിക്കത് പറയാൻ സാധിക്കുന്നിടത്ത് ഈശോയെ എനിക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ഞാൻ പറയുകയാണ് എനിക്കത് വേണ്ട. ഈശോ എനിക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ഒരുപക്ഷെ രാവിലെ നേരത്തെ എണീക്കണം. എന്തിനാണ്? എനിക്ക് പള്ളിയിൽ പോകണം. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ എനിക്ക് ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, ബൈബിൾ നമുക്ക് തരുന്ന വചനം നമുക്ക് വെച്ച് നീട്ടുന്ന സ്വാതന്ത്ര്യം ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല. ഒരു വ്യക്തി കേന്ദ്രീകൃതമായ, ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നീ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് കയറൂരി വിടുന്ന ഒരു സ്വാതന്ത്ര്യമല്ല നമ്മൾക്ക് വചനവും ദൈവവും വെച്ച് നീട്ടുന്നത്. പിന്നെയോ, ഞാൻ ഒരു സമൂഹത്തിൻ്റെ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ വാർത്തെടുക്കുകയാണ്. ഫോർമേഷൻ, ദൈവം എന്നെ ഫോം ചെയ്തെടുക്കുക. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നയിച്ചപ്പോൾ അവരെ ഒരു ജനതയായിട്ട് ദൈവം രൂപപ്പെടുത്തിയത്? 40 സംവത്സരം 40 വർഷം അവരെ മരുഭൂമിയിലൂടെ നയിച്ച് അവർ കടന്നു പോകുന്ന ഓരോ മേഖലയിലൂടെയും ദൈവം അവരെ വളർത്തിയെടുക്കുകയാണ്. കാരണം പ്രിയമുള്ളവരെ, നമ്മൾ ആരും ഇങ്ങനെ എന്താ പറയുക, ഒന്നുമില്ലാത്തടുത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ബന്ധങ്ങളിലാണ് കൂടുതൽ നമ്മൾ പ്രശോഭിക്കുന്നതും പൂർണ്ണതയിലെത്തുന്നതും വളരുന്നതും. അതുകൊണ്ടാണ് മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ കൊടുക്കും. മനുഷ്യൻ ബന്ധങ്ങളിൽ, നമ്മൾ കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലൊക്കെ നമ്മൾ വളരുവാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട് ഓരോ ബന്ധങ്ങളിലൂടെയും. ഇപ്പൊ കർത്താവ് പറയാണ്, എന്നോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്ക് ഫലം തരാൻ പറ്റില്ല. റോമ 8:21 നമ്മൾ വായിക്കുന്നുണ്ട്, അടിമത്തത്തിൻ്റെ ജീർണതയിൽ നിന്ന് മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കയറി ചെല്ലണം. അടിമത്തത്തിൻ്റെ ആ ഒരു നുകം നമ്മൾ പൊട്ടിച്ചെറിയണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപ അതല്ലേ പ്രിയമുള്ളവരെ? മൃഗങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും നമ്മളെ വേർപിരിക്കുന്നത് എന്താണ്? വേർതിരിച്ചു നിർത്തുന്നത് എന്താണ്? ഇത് തിരഞ്ഞെടുക്കുവാനുള്ള നമുക്ക് നൽകിയിരിക്കുന്ന കൃപയും കഴിവും അധികാരവും. പ്രഭാഷകൻ 15:15, നിയമാവർത്തനം 30:19 വളരെ മനോഹരമായ വചനങ്ങളാണ്. തിരഞ്ഞെടുക്കുവാൻ നിനക്ക് അധികാരമുണ്ട്. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. ദ ചോയ്സ് ഈസ് യോഴ്സ്. ജലവും അഗ്നിയും നിന്റെ ഫ്രണ്ടിലുണ്ട്, നിന്റെ മുൻപിലുണ്ട്. ജീവനും മരണവും നിന്റെ മുൻപിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിനക്ക് തീരുമാനിക്കാം. തിരഞ്ഞെടുക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിനക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നീ തിരിച്ചറിയുക. കാരണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് വേണ്ടി എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം എന്നെ അത്രയേറെ അഭിലഷിക്കുന്നുണ്ടെങ്കിൽ അതിലേറെ ഞാൻ നശിച്ചു കാണണമെന്ന് തിന്മ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ യാതൊരു തരത്തിൽ ഒരു ഇൻഫ്ലുവൻസും നമുക്കില്ല നമ്മൾ വിചാരിക്കരുത്. നമ്മളുടെ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മൾ എല്ലാ തരത്തിലും ദൈവം ആഗ്രഹിക്കുന്നതിൽ നമ്മളെ മാറ്റി നിർത്തുവാൻ തെറ്റിദ്ധാരണകളും അബദ്ധ സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റും മുഴങ്ങുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുക. പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. വീണ്ടും എന്തൊക്കെയാണ് നമ്മളെ അടിമപ്പെടുത്തി വയ്ക്കുന്നതെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഭൂതകാലം, പലപ്പോഴും ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് ഏറ്റവും ലജ്ജയുള്ളത്, ഷെയിം, കുറ്റബോധമുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് തുറന്നു കാണിക്കുവാൻ അറപ്പുള്ളതും മടിയുള്ളതുമായൊരു ഭൂതകാലം ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, ഞാനിനി ആരുടെ മുൻപിൽ പോകുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല, എനിക്ക് സമൂഹത്തിലൊരു വിലയില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ടൊരു എന്തിനാ ജീവിക്കുന്നത്, എൻ്റെ ഉള്ളതെല്ലാം പോയില്ലേ, ചീത്തപ്പേരായില്ലേ, നാട്ടിൽ മൊത്തം മാനക്കേടായില്ലേ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണ്? ആ സ്ത്രീക്കറിയാം തൻ്റെ നാട്ടിലെ ആളുകൾ തന്നെ എങ്ങനെയാണ് കാണുന്നത്. ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഈശോ ആ സ്ത്രീയെ ആദ്യം ഫ്രീ ആക്കിയത് ആ വ്യക്തിയുടെ ഭൂതകാലത്തിൽ നിന്നാണ്, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നുകത്തിൽ നിന്നാണ് ആദ്യം പുറത്തു കിടക്കാൻ ആവശ്യപ്പെട്ടത്. ഡു നോട്ട് ഡിഫൈൻ യുവർ സെൽഫ് ബൈ യുവർ പാസ്റ്റ്. നിന്റെ കഴിഞ്ഞുപോയ മിസ്റ്റേക്കുകൾ, നിന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങൾ, വേദനകൾ, മുറിവുകൾ, നിനക്ക് സംഭവിച്ച ട്രോമ, നിനക്ക് സംഭവിച്ച മുറിവുകളും സങ്കടങ്ങളും ആണ് നിന്റെ ജീവിതമെന്ന് നീ കരുതരുത്. അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നിന്നെ നയിക്കും.
വളരെ മനോഹരമായിട്ട് നമ്മുടെ സുവിശേഷത്തിൽ നമ്മൾ ഹെറോദോസിനെയും സ്നാപക യോഹന്നാനെയും നമ്മൾ നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. തെറ്റിനെ തെറ്റാണ് എന്നു പറയാനുള്ള സ്വാതന്ത്ര്യത്തിലാണ് സ്നാപക യോഹന്നാൻ ജീവിച്ചത്. നിങ്ങൾ ആര് എന്നെക്കുറിച്ച് എന്നെ വേണേലും പറഞ്ഞോ, പക്ഷെ ഞാൻ തെറ്റിനെ തെറ്റാണെന്ന് പറയും. ഞാൻ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് പോകില്ല. എന്നാൽ ഹെറോദോസ് എന്ത് ചെയ്തു? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാനൊരു വാക്ക് പറഞ്ഞതല്ല, ഇനി ഇത് മാറ്റിക്കഴിഞ്ഞാൽ എന്നാ വിചാരിക്കും? മറ്റുള്ളവരുടെ മുൻപിൽ എനിക്കുള്ള ജനസമ്മതി പോകുമോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുമോ? അവരുടെ ചിന്തകളിൽ എന്നെക്കുറിച്ചുള്ള പബ്ലിക് ഒപ്പീനിയൻ മാറിപ്പോകും, എൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു പോകുമോ? മറ്റുള്ളവരോടൊപ്പം എനിക്ക് നിൽക്കണ്ടേ? എനിക്കൊരു സ്റ്റാറ്റസ് വേണ്ടേ? എനിക്കൊരു പ്രതിച്ഛായ വേണ്ടേ? എനിക്കൊരു പോപ്പുലാരിറ്റി വേണ്ടേ? ആ മനുഷ്യൻ ഇതിനെല്ലാം അടിമത്തത്തിലായിരുന്നു. സ്നാപക യോഹന്നാനെ ശിരച്ഛേദം ചെയ്യാനുള്ള കാരണം ഹെറോദോസിന് സ്വതന്ത്രമായി ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കാൻ പറ്റാത്ത വണ്ണം ആ മനുഷ്യൻ പലതിനെയും ഭയപ്പെട്ടിരുന്നു. നമ്മൾക്ക് മുൻപേ നടന്നുപോയ വിശുദ്ധരെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്വാതന്ത്ര്യം ഇത് തന്നെയല്ലേ? പൗലോസ് ശ്ലീഹയുടെ വളരെ മനോഹരം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അത് പറയാൻ പറ്റിയത് എന്ത് സ്വാതന്ത്ര്യമാണ്! ഒത്തിരിയേറെ ആളുകളെ കാണുന്നുണ്ട്. പലരും ഒത്തിരിയേറെ ഞെരുങ്ങുന്ന വേദനകൾക്കിടയിലും കഷ്ടപ്പാടുകൾക്കിടയിലും സങ്കടങ്ങൾക്കിടയിലും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജീവിതത്തെ അഭിമുഖീകരിക്കുന്നവരെ കാണുമ്പോൾ ആശ്ചര്യപ്പെടും, എൻ്റെ പൊന്ന്, ഇവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ കിടന്നുകൊണ്ടും പലപ്പോഴും പലരും രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളുമുണ്ട്. അതിനിടയിലെല്ലാം കിടന്നുകൊണ്ട് പലപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഞാനിത് പറയാൻ കാരണം പ്രിയമുള്ളവരെ, ഇതൊന്നും നമുക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യമല്ല. കർത്താവിനോട് ചേർന്ന സ്വാതന്ത്ര്യത്തിൽ നിൽക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് എന്ത് നമ്മളെ വേർപെടുത്തും? രോഗമോ ദുരിതമോ പട്ടിണിയോ വാളോ അപകീർത്തിയോ അപമാനമോ ഒന്നും ആ ഒരു സ്വാതന്ത്ര്യം എടുത്ത് കളയില്ല എന്ന് പൗലോസ് ശ്ലീഹ പറയാനുള്ള കാരണം അതാ. തൻ്റെ വിരലുകൾ മുറിച്ചു കളഞ്ഞ ആ ദേശത്ത് പോയി വചനം പ്രഘോഷിച്ച വിശുദ്ധ ഐസക് ജോക്സ് ഉണ്ട്. തന്നെ അടിമത്തത്തിൽ ആഴ്ത്തിയവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച വിശുദ്ധ ജോസഫിൻ ബക്കിത്തയുണ്ട്. അങ്ങനെ എത്രയോ വിശുദ്ധരെ നമുക്കറിയാം. തന്നെ തൻ്റെ ചാരിത്ര ശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ മരിയ ഗുരേറ്റിനെ നമുക്കറിയാം. ആ ഒരു കാര്യത്തിൽ നിലനിൽക്കാൻ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ദൈവത്തിൽ നിന്ന് വന്ന സ്വാതന്ത്ര്യമാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രിയമുള്ളവർ നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു തെറ്റിദ്ധാരണ കൂടി നമ്മൾ പ്രത്യേകമായിട്ട് മാറ്റണം. സ്വാതന്ത്ര്യം ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് കിട്ടില്ല. ഡിസിപ്ലിൻ ഉള്ളത് സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. നമ്മളൊരു മരത്തിൻ്റെ ശിഖരങ്ങളെ കോതിവിടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ മരം തഴച്ചു വളരാനായിട്ടാണ്. ഫലം തരുന്നതിന് ഞാൻ കൂടുതൽ കായ്ക്കാനായിട്ട് വെട്ടി ഒരുക്കുമെന്ന് ഈശോ പറയുന്നത് എന്തുകൊണ്ട്? ആ ഡിസിപ്ലിനിൽ നിൽക്കുമ്പോഴാണ് അതിന് തഴച്ചു വളരാൻ പറ്റുന്നത്. നമ്മളൊരു വാഴയൊക്കെ വയ്ക്കുമ്പോൾ നമുക്കറിയാം, അതിങ്ങനെ കുലച്ച് താഴെ വീണ് പോകാതിരിക്കാൻ നമ്മളതിനെ കെട്ടി വലിച്ചു നിർത്തും. ആ വാഴ പറയുമോ, എൻ്റെ സ്വാതന്ത്ര്യമാണ്, എന്നെ വെറുതെ വിട്, എനിക്ക് ഞാനായിട്ട് പോകണം. അപ്പം നമുക്കറിയാം അതിനെ ആ ഒരു താങ്ങ് കൊടുത്ത് നിർത്തിയില്ല, അത് താഴെ പോകും. തേക്കും തടി നമ്മളോട് പറയത്തില്ല, എൻ്റെ ശിഖരങ്ങൾ വെട്ടി ഒരുക്കരുത്, കോതി ഒരുക്കരുത്, എനിക്കതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അതെടുത്ത് മാറ്റരുത്. ഇല്ല, നമുക്കറിയാം അത് വെട്ടി ഒരുക്കുന്നത് എന്തിനാ? അതതിൻ്റെ ഏറ്റവും ബ്യൂട്ടിയിലും മനോഹരമായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തെ ശിക്ഷണത്തിലൂടെ നമ്മൾ കടത്തിവിടുന്നത് പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ യെസ്സും നോയും പറയാൻ പറ്റുന്നിടത്താണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. ശരിയായി ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റുന്നിടത്ത്, മക്കൾ എന്ന അധികാരത്തിലും അവകാശത്തിലും തലയെടുപ്പോട് ജീവിക്കാൻ പറ്റുന്നിടത്ത്, എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റുന്നിടത്ത്, അതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. പ്രിയമുള്ളവരെ, ഭയം, ശിക്ഷയെ ഭയം നല്ല ജീവിക്കേണ്ടത്. പിന്നെയോ ദൈവം എനിക്ക് തന്ന ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ അധികാരത്തിൽ നമുക്ക് ജീവിക്കാം. എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഈശോയുടെ രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്ത ദൈവം എന്നെ കരുതുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, എന്നെ വെട്ടിയൊരുക്കണമേ. എന്തിനാ? ഞാൻ തഴച്ചു വളരാൻ, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഞാൻ വളർന്നു വരാൻ എന്നെ വെട്ടിയൊരുക്കണമേ. ഇതൊരു പെയിൻഫുൾ പ്രോസസ്സ് ആയിരിക്കാം. അതിനുള്ള കൃപ കർത്താവിൽ നമുക്ക് കിട്ടും. ആ ഒരു സ്വാതന്ത്ര്യം ഈശോയെ നീ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ യേശുനാഥ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായത്. അവിടുന്ന് എനിക്ക് വേണ്ടി ചിന്തിയ അവിടുത്തെ തിരുരക്തത്താൽ, തിരുജലത്താൽ അവിടുന്ന് എന്നെ വീണ്ടെടുത്തു. അവിടുത്തെ രക്തം കൊടുത്ത് എന്നെ വാങ്ങിച്ചു. ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മകനായിട്ട്, മകളായിട്ട് അവിടുന്ന് ഞങ്ങളെ ഉയർത്തി. കർത്താവെ, അങ്ങാണ് കർത്താവെന്നും അങ്ങാണ് രക്ഷകനെന്നും ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കർത്താവെ, ആരാധനയുടെ നിമിഷം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുവാനായിട്ട് ഒന്നു ചേരുമ്പോൾ, സ്നേഹം നിറഞ്ഞ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങ് തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുവാൻ ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ. ആ ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, എല്ലാവർക്കും അങ്ങ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അങ്ങേ ആരാധിക്കുവാനുള്ളതാണ്. എല്ലാ സ്തുതിക്കും, എല്ലാ പുകഴ്ചയ്ക്കും, എല്ലാ ആരാധനയ്ക്കും യോഗ്യനാണല്ലോ കർത്താവേ അങ്ങ്. ഞങ്ങൾക്ക് തരുവാനുള്ളത്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അങ്ങേക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങളുടെ ആരാധനയാണല്ലോ. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ നിമിഷമായിരുന്നു കൊണ്ട് നിങ്ങളെ സാധിക്കുന്നവർക്ക് ഈ നിമിഷങ്ങളിൽ പറ്റുമെങ്കിൽ മുട്ടിന്മേലായിരിക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് ഉയർത്തി അവിടത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ആരാധനയാണ്. കർത്താവിനെ നമ്മൾ ദൈവവുമായിട്ട് ഏറ്റുപറയുന്ന, അവിടുത്തെ അങ്ങാണ് എൻ്റെ ദൈവമെന്നും അങ്ങേ ഞാൻ ആരാധിക്കുന്നുവെന്നും അങ്ങ് എന്നെ സൃഷ്ടിച്ചതിന് ഞാൻ നന്ദി പറയുന്നുവെന്നും അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതിനെല്ലാത്തിനും നന്ദി പറയുന്ന നിമിഷങ്ങളാണ് ഈ സമയം. അവിടുത്തെ സന്നദ്ധിയിൽ അവിടുന്ന് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി പറഞ്ഞ ഈ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു ആരാധനയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ കൃപയാണ് സ്വാതന്ത്ര്യം. ലോകം തരുന്നൊരു സ്വാതന്ത്ര്യമല്ല ദൈവം നമുക്ക് തന്നത്. ലോകം നമുക്കിഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം എന്ന് പറയുമ്പോൾ സുഖങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും നൈമിഷികമായതും എന്നാൽ അനന്തതയിലേക്ക് നീണ്ടു നിൽക്കാത്തതുമായ എൻ്റെ ജീവിതത്തെ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാത്ത പല കാര്യങ്ങളെയുമാണ് ലോകം സ്വാതന്ത്ര്യമെന്ന് വിളിച്ചത്. എന്നാൽ ഈശോയിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, പ്രിയമുള്ളവരെ, അതിനേക്കാളൊക്കെ വലുതാണ്. ഞാൻ എന്തായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ എന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവ്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്ന് പറഞ്ഞ കർത്താവ്, ഈശോയെ സ്വാതന്ത്ര്യം തരുമെന്ന് ഞങ്ങൾ കരുതിയ പല കാര്യങ്ങളും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ അടിമത്തമാണല്ലോ കർത്താവെ തന്നത്. പല കാര്യങ്ങളുടെയും ഭാരങ്ങൾ ഞങ്ങളെ വലയ്ക്കുന്നു. ചെയ്തു പോയതിനെ ഓർത്ത് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാകുന്നു, ഞങ്ങൾ ദുഃഖിക്കുന്നു, ഞങ്ങൾ സങ്കടപ്പെടുന്നു. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞാലോ ആ ഒരു ജീവിതത്തിൻ്റെ നിമിഷങ്ങളെന്ന് ഞങ്ങൾ ആലോചിക്കുന്ന സമയങ്ങളാണ്. ഈശോ പറയുന്നു, എൻ്റെ നുകം വഹിക്കുവിൻ. നിങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുകയാണ്. എന്നെ കുറ്റപ്പെടുത്താത്ത, എന്നെ അപമാനിക്കാത്ത, എന്നെ തള്ളിക്കളയാത്തൊരു സ്നേഹം. ആ സ്നേഹത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ തഴച്ചു വളരാൻ എനിക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലത്തിലെ പല അധ്യായങ്ങളും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. ജീവിതത്തിലെ ബന്ധങ്ങളിൽ നമ്മൾ വിള്ളലുകൾ അനുഭവിക്കുന്നവരായിരിക്കാം. നമ്മൾ കടന്നു പോകുന്ന ജീവിത മേഖലയിൽ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പലതരത്തിലുള്ള തകർച്ചകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. അപ്പോഴൊക്കെയും എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം എന്നോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കും. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന ആ അപ്പൻ്റെ കരങ്ങളിലായിരുന്നു കൊണ്ട് ആ ജീവിതത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മക്കളെ പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ,
ആരാധനയുടെ ഈ ഒരു നിമിഷം ആ പിതാവായ ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അത് ആന്തരികമായ ഒരു ജീവിത അവസ്ഥയാണ്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടി ഒത്തിരിയേറെ വിശുദ്ധരെ നമുക്കറിയാം. ഈ അടുത്ത നാളുകളിൽ പോലും വിശ്വാസത്തെ പ്രതി പീഡി അനുഭവിച്ചപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് മുൻപേ പോയി ഒത്തിരിയേറെ വിശുദ്ധരെ നമുക്കുണ്ട്. അവരൊക്കെ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉദാഹരണം, എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കാനാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ മറ്റുള്ളതൊന്നും എന്നെ തടസ്സപ്പെടുത്തുന്നില്ല, അടിമപ്പെടുത്തുന്നില്ല. ഈശോയുടെ സ്നേഹത്തിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ, പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ വീഴ്ചകളും പരാജയങ്ങളും എനിക്ക് തടസ്സമല്ല. മറ്റുള്ളവരുടെ അപമാനങ്ങളും ശാപവാക്കുകളും കുത്തുവാക്കുകളും കളിയാക്കലുകളും എന്നെ തടസ്സപ്പെടുത്തുന്നില്ല. ശാരീരികമായ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്നെ തളച്ചിടുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഉയർന്നു നിൽക്കാൻ എനിക്ക് സാധിക്കും. ഈശോയെ, കാരാഗൃഹത്തിൽ കിടന്ന് പൗലോസ് അപ്പസ്തോലൻ അവിടുത്തെ സ്നേഹത്തിൽ ആനന്ദിച്ചതുപോലെ, സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ദാനിയേലും അനുചരന്മാരും അങ്ങേ ആരാധിച്ചതുപോലെ, തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ദൈവം എനിക്ക് തരും എന്ന് അബ്രാഹാം വിശ്വസിച്ചതുപോലെ, കർത്താവെ, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ കർത്താവെ എന്നെയും പഠിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ എന്തൊക്കെയാണോ ആ ഭാരങ്ങളുമായിട്ട് ഈ നിമിഷം ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരാം. നമ്മളെ അടിമപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഭാരങ്ങളും വിഷമങ്ങളും വേദനകളുമായിട്ട് ഈശോയുടെ അടുക്കിലേക്ക് വരാം. ഈശോയെ, ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ ഈശോയെ ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു. ഈശോയെ, ആന്തരികമായ ആ ഒരു സന്തോഷം, ആ സ്വാതന്ത്ര്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ എനിക്കെങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുവാൻ, എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് വയ്ക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണം. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം വേണ്ടത്. ഒരുപക്ഷെ ഞങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഞങ്ങളുടെ സ്വഭാവം, ഒത്തിരിയേറെ തഴക്കദോഷങ്ങളിൽ വീണ് കിടക്കുന്ന ഞങ്ങളുടെ സാഹചര്യം, അതിൻ്റെയൊക്കെ അടിമത്തം വസ്തുക്കളിലായിരിക്കാം, വ്യക്തികളിലായിരിക്കാം, ബന്ധങ്ങളിലായിരിക്കാം. കർത്താവ്, ഞങ്ങൾ അടിമത്തം അനുഭവിക്കുന്നു. ആ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഈ ആരാധനയിൽ ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈശോയുടെ ആശീർവാദം ഏറ്റെടുക്കുന്ന നിമിഷമാണ് ഈ സമയം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈശോയെ, ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് യെസ് ഓർ നോ പറയാനുള്ള കരുത്തും കൃപയും എനിക്ക് തരണമേ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനോടെല്ലാം നോ പറയാൻ, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതിനോടെല്ലാം യെസ് പറയാൻ ഈശോയെ ആ സ്വാതന്ത്ര്യം എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹമാണ് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത്. കർത്താവ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, പാപമാണോ നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്നത്? തഴക്കദോഷങ്ങളാണോ, ദുശ്ശീലങ്ങളാണോ നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, അടിമത്തങ്ങൾ എന്തൊക്കെയാണോ, ആ അടിമത്തത്തിൽ നിന്ന് കർത്താവെ എന്നെ മോചിപ്പിക്കണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷമാണ്. നമ്മുടെ അടിമത്തത്തിൻ്റെ നുകത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവിടുത്തെ മക്കളെന്ന സ്നേഹത്തിൽ, സ്വാതന്ത്ര്യത്തിൽ നമ്മളെ നിറയ്ക്കണമേ, വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് ശിരസ്സ് നമിച്ച്, ഈശോയെ, എന്നെ സ്വതന്ത്രനാക്കണമേ, സ്വതന്ത്രയാക്കണമേ. എൻ്റെ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഈ ദുശ്ശീലത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഈ അശുദ്ധമായ ബന്ധത്തിൻ്റെ, തഴക്കദോഷത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ കർത്താവെ പുറത്തു കൊണ്ടുവരണമേ. അവിടുത്തെ മകനെന്ന, മകളെന്ന സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തിൻ്റെ ആഴത്തിൽ എന്നെ നിർത്തണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം ഈ നിമിഷം നമുക്ക് ഏറ്റെടുക്കാം. ആരാധന